അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഈ ഇത്തരത്തിലുള്ള ഇമോഷൻ സൗണ്ട് ഹീലിങ്ങിലൂടെ എങ്ങനെയാണ് റിമൂവ് ആവുന്നത്? അത് റിമൂവ് ആവില്ല. അതായത് നമ്മൾക്ക് ഉണ്ടായിരിക്കണ എല്ലാ ഇമോഷൻ, ഇപ്പോൾ താങ്കൾ ചെറുപ്പത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും താങ്കളെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിപ്പോഴും മറക്കാൻ സാധിക്കും. അതായത് ഈ മൈൻഡിനകത്ത് ഇറേസ് അല്ലെങ്കിൽ ഡെലീറ്റ് എന്ന് പറയുന്ന കമാൻഡ് ഇല്ല. ഇതിൻ്റെ ഉള്ളിൽ തലങ്ങളിലെല്ലാം എന്താണ് ഇരിക്കുന്നത് നമുക്ക് നേടാൻ വേണ്ടിയിട്ട്? അവിടെ ഒന്നും ഇരിക്കുന്നില്ല, അത് ബ്ലാങ്ക് ആണ് ആ സ്റ്റേജൊക്കെ. പക്ഷെ നമുക്ക് അതിൻ്റെ ഇമോഷൻ എടുത്ത് കളയാൻ പറ്റും. ഇമോഷൻ എന്ന് പറഞ്ഞാൽ അതിന് ആ ഇമോഷൻ എടുത്ത് കളയാനായിട്ട് സാധിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ഈ ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ ചെന്നിട്ട് അതിനെ ഇമോഷൻ വേദനേനെ അല്ല ഞാൻ പറയണത്, സൗണ്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെ എടുത്ത് കളയാൻ പറ്റും, അതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാം. നമസ്കാരം. നമസ്തേ. ബാക്ക് മീഡിയയിലോട്ട് സ്വാഗതം. താങ്ക് യു. ഒരുപാട് ആളുകൾ ഈ സൗണ്ട് ഹീലിംഗ് ഒക്കെ ചെയ്യുന്നതും അവർ അതിനുവേണ്ടി സെക്ഷൻ എടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പലപ്പോഴും പല ആളുകൾക്കും ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്ത ആളുകളുടെ ഒരു സംശയമാണ്, എങ്ങനെയാണ് ഒരു സൗണ്ട് ഹീലിംഗ് സെക്ഷൻ എടുത്താൽ അവർക്ക് എന്താണ് കിട്ടുന്ന ബെനിഫിറ്റ്, എന്താണ് അവർക്ക് എന്താണ് അതുകൊണ്ട് യൂസ് എന്താണ്? അപ്പോൾ അദ്ദേഹം സൗണ്ട് ഹീലർ ആണല്ലോ, അപ്പോൾ എന്താണ് ഒരു പുതിയൊരാൾ വരാണ്, ആ വ്യക്തിക്ക് എന്തായിരിക്കും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് ലൈഫിലോട്ട്? ഒരു വ്യക്തി സൗണ്ട് ഹീലിങ്ങിന് പോകാൻ തയ്യാറാവണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാവണം. അത് വളരെ വ്യക്തമായിരിക്കും ഒരാൾ എന്തിനു വേണ്ടിയിട്ടാണ് വരണേന്നുണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, ആ ഒരു നേട്ടം നേടാനായിട്ട് നമ്മൾ അദ്ദേഹത്തിനെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ശബ്ദം ഉപയോഗിച്ചിട്ട് അയാളെ ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ആ നേട്ടം ഉണ്ടാവും. അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്, അയാൾക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങൾ. അതായത് ഇപ്പോൾ ഒരു ഫാമിലി പ്രശ്നമായിട്ട് വരുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു സെക്ഷൻ എടുത്തതിന് ശേഷം എന്താണ് മാറ്റങ്ങൾ സംഭവിക്കുക? അത് ഫാമിലി കുറച്ച് ഇഷ്യൂസ് അനുഭവിക്കുന്ന ഒരു നോർമൽ വ്യക്തിയുടെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും, അപ്പോൾ എങ്ങനെയായിരിക്കും മാറ്റം ഇപ്പോൾ പറയുന്ന പോലെ? അങ്ങനെ നമുക്കൊരു അത് എന്താണെന്നുള്ളത് വളരെ കൃത്യമായിരിക്കണം ഇതിൻ്റെ ഉള്ളിൽ. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിൻ്റെ ഓരോ തലങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇത് ചെയ്യുക. സൗണ്ട് ഹീലിംഗ് ഉപയോഗിച്ചിട്ട് മനസ്സിനെ ഓരോ തലങ്ങളിലേക്ക് എത്തിച്ചിട്ട് ആ തലത്തിൽ നിന്നാണ് നമുക്ക് ഈ ആവശ്യത്തിനെ നേടിയെടുത്ത് കൊണ്ടുവരാം. അതായത് ബീറ്റ ടു ആൽഫ, ആൽഫ ടു ഗാമ, അങ്ങനെ നമ്മൾ ഓരോ ഫ്രീക്വൻസി സ്റ്റേജുകളുണ്ട്. അതായത് ഒരു 1 to 50 ആ ഇതിൻ്റെ ഉള്ളിൽ തലങ്ങളിലെല്ലാം എന്താണ് ഇരിക്കുന്നത് നമുക്ക് നേടാൻ വേണ്ടിയിട്ട്? അവിടെ ഒന്നും ഇരിക്കുന്നില്ല, അത് ബ്ലാങ്ക് ആണ് ആ സ്റ്റേജൊക്കെ. അവിടെ നമുക്ക് നേടാനായിട്ട് ഒന്നും തരില്ല. അതായത് ഇവിടെ പ്രകൃതിയിൽ നമ്മൾ വരുന്നത്, ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, അതായത് നമ്മൾ എന്തിനു വേണ്ടി ഇവിടെ വന്നതെന്നൊക്കെ ചോദിച്ചു. അത് നമുക്ക് ഒന്നും അറിയില്ല. നമ്മളിവിടെ എന്തിനാണ് വരുന്നത്, എന്താവശ്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്, ഓരോ കാര്യങ്ങളും. അതായത് നമ്മളെ ഭഗവാൻ, അതായത് നമ്മളെ ജനിക്കാൻ നേരത്ത്, അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ ടോട്ടലി വൈപ്പ് ഔട്ട് ചെയ്ത്, അതായത് ബ്ലാങ്ക് ആക്കിയിട്ടുള്ള ഒരു സബ് കോൺഷ്യസ് മൈൻഡിനെയാണ് നമ്മൾക്ക് തരുന്നത്. ടോട്ടൽ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സബ് കോൺഷ്യസ് മൈൻഡിനാണ് നമ്മളേക്ക് തരുന്നത്. അങ്ങനെ നമ്മൾ 3ാമത്തെ മാസമാണ് നമുക്ക് ഈ പറയുന്ന ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് ഇങ്ങനെ നമ്മളിപ്പോൾ ഭഗവാൻ അല്ലെങ്കിൽ എന്താ ഒരു ക്രിയേറ്റർ, അയാൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ് നമ്മൾ എല്ലാ കുട്ടികളെയും. നമ്മളൊക്കെ കുട്ടികളായിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ കുട്ടികളിലേക്ക് അത് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ 3rd month മുതൽക്ക് പിന്നെ നമ്മുടെ ജേർണി സ്റ്റാർട്ടാവണം. ഓക്കെ, അവിടെ മുതൽക്ക് നമ്മൾ ഒരു അമ്മയുടെ വയറിൽ ഇരിക്കുന്നു, അവിടെ നിന്ന് ഒരു 2 മീറ്ററിനുള്ളിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അത് ഈ സബ് കോൺഷ്യസ് മൈൻഡ് റെക്കോർഡ് ചെയ്ത് വെക്കും. അതിന് സംസാരിക്കാൻ അറിയില്ല, പറയാനറിയില്ല, ഒന്നുമില്ല, വയറിനകത്തായിരിക്കും. അമ്മ എന്ത് ചെയ്യുന്നു, അമ്മ എന്ത് വികാരങ്ങൾ അനുഭവിക്കുന്നു, ഇതൊക്കെ ഈ കുട്ടി റെക്കോർഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് അമ്മ ഇപ്പം അച്ഛനായിട്ട് ഒരു നല്ല സ്നേഹത്തിലാണെന്ന് കരുതുക. അപ്പോൾ ഈ വയറിലിരിക്കുന്ന കുട്ടിക്ക് അറിയാം ഈ ആളായിട്ട് ഭയങ്കര സ്നേഹത്തിലാണ്, അതുപോലെയാണ് ഇയാളോട് പെരുമാറേണ്ടത് എന്ന് ഈ കുട്ടിക്ക് മനസ്സിലാവണം. അമ്മ വേറൊരാളായിട്ട് യുദ്ധത്തിലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും വാർക്ക് തർക്കം അവരോട് പറയുമ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ കുട്ടിക്ക് റെക്കോർഡ് ചെയ്ത് വരും. ഇയാളായിട്ട് എന്തോ പ്രശ്നത്തിലാണ് എന്നുള്ളത് മാർക്ക് ചെയ്യണം ഇയാൾ, ഈ കുട്ടി ഇരുന്നിട്ട്. ഓക്കെ, അങ്ങനെ ഇത് ഇരുന്ന് ഫുള്ള് എഴുത്താണ് ഈ മൈൻഡിൽ. അങ്ങനെ ഈ 10ാം മാസമാകുമ്പോൾ ഒരു കുട്ടിയായിട്ട് പുറത്തേക്ക് പോരും. ഓക്കെ, അവിടെ നിന്ന് ഇതിനൊന്നും അറിയില്ല, പറയാനറിയില്ല. ഇതൊക്കെ ഇവിടെ ഉള്ള ഈ റേഞ്ചിലുള്ള ആളുകളൊക്കെ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കും.
അങ്ങനെ വന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 7 വയസ്സും 2 മാസം എത്തുമ്പോഴാണ് ആ കുട്ടിയുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഒരു കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ഒരു ക്രിയേഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് സംസാരിച്ചു തുടങ്ങും. ഇതിന് മുമ്പേ സംസാരത്തിൻ്റെ അല്ല ഞാൻ പറയുന്നത്, അത് അനലിറ്റിക്കൽ മൈൻഡ് അതിന് ക്രിയേറ്റ് ആയിട്ട് പിന്നെ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് പറയും. പിന്നെ എല്ലാ കാര്യങ്ങളും അനലിറ്റിക് മൈൻഡിൽ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പിന്നെ അത് ഫുള്ള് അതിങ്ങനെ അതിന് മനസ്സിലാവും. പിന്നെ എന്താണ് ആൾക്കാർ, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ള ഒരു കുട്ടിക്ക് മനസ്സിലായി തുടങ്ങുന്നത് ആ ഒരു പ്രായത്തിലാണ് വരുന്നത്. അപ്പോൾ ആ ഇൻ ബിറ്റ്വീനിൽ ആണ് ഈ ഫുൾ ക്രിയേഷൻ, ഈ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഫുൾ ക്രിയേഷൻ നടക്കുന്നത് ഈ പറയുന്ന ഈ 7 വയസ്സിന് 2 മാസത്തിൻ്റെ ഉള്ളിലാണ്. ആ ഇതിൽ ഡെവലപ്പായി ഇവിടെ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോഴും സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മളോട് ചോദിക്കും എന്താവണം, ഡോക്ടറാവണം, വക്കീലാവണം, അതാവണം, ഇതാവണം എന്നൊക്കെ പിള്ളേർ പറയുന്നുണ്ട്. പക്ഷെ അതാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയും, പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്താവണം എന്നുള്ളത് ഓൾറെഡി അത് പ്ലാൻ ചെയ്ത് കഴിയുന്നുണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ അമ്മ ഒരു മെഡിറ്റേറ്റർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിക്കും അതിനുള്ളൊരു എൻവയോൺമെൻറ്റ് അത് ഉണ്ടാക്കി കളയും. അത് അങ്ങനെയാണ് ഇതൊരു സംഭവം ഉണ്ടാവുന്നത്. നമ്മൾ എന്താവണം എന്നുള്ളത് അവിടെ വെച്ച് തന്നെ തീരുമാനം കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 30 വയസ്സ് വരെ കഴിയും. അതുവരെ ഒക്കെ നല്ല എൻജോയ്മെൻ്റ് ഒക്കെ ആയിരിക്കും, സംഗതികളൊക്കെ നടക്കുന്നുണ്ടാവും. ഒരു 30 ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പീരീഡിലായിരിക്കും നമുക്ക് ആ പഴയ കാലത്തെ ഉണ്ടായിരിക്കുന്ന ഇഷ്യൂസിനെ എഗെയിൻ ഇത് നമ്മൾക്ക് മുമ്പിലിട്ട് തരും. നമ്മുടെ മൈൻഡാണ് ഇതൊക്കെ, നമ്മുടെ മൈൻഡ് തന്നെയാണ് ഇതിന് മുമ്പിലിട്ട് തരും. പിന്നെ എക്സോസ്റ്റിങ് ആവും, പ്രശ്നങ്ങളായി, കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നീടാണ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. അത് ഓരോരോ സ്റ്റേജിലും ഇവിടുത്തെ നമ്മളുടെ നാട്ടിൽ നമ്മൾക്കറിയാവുന്ന ഒരുപാട് സ്പിരിച്വൽ ഗുരുക്കന്മാർ പറയുന്നുണ്ട്. അതായത് ഓരോ കാലഘട്ടങ്ങളാണ്, ഓരോ വ്യാഴവട്ടം അത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഈ മൈൻഡിൻ്റെ ഒരു എന്താ പറയുക ഒരു ഗ്രോത്തിൻ്റെ കാര്യങ്ങളാണ് അതിലൊക്കെ പറയണത്. അത് ഇത്ര പെർസെൻറ്റേജ് ഇത്രയും വയസ്സ് വരെ ആകുമ്പോൾ ഈ ഗ്രോത്തിലേക്ക് കയറുകയാണ്. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഈ ഇത്തരത്തിലുള്ള ഇമോഷൻ സൗണ്ട് ഹീലിങ്ങിലൂടെ എങ്ങനെയാണ് റിമൂവ് ആവുന്നത്? അത് റിമൂവ് ആവില്ല. അതായത് നമ്മൾക്ക് ഉണ്ടായിരിക്കണ എല്ലാ ഇമോഷൻ, ഇപ്പോൾ താങ്കൾ ചെറുപ്പത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും താങ്കളെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിപ്പോഴും മറക്കാൻ സാധിക്കുമോ? താങ്കൾ പറ്റില്ല. അതിപ്പോൾ അതുകൊണ്ട് നല്ല ലോകത്ത് എന്ത് സാധനം കൊണ്ടുവന്നാലും മാറ്റാൻ പറ്റില്ല. അതായത് ഈ മൈൻഡിനകത്ത് ഇറേസ് അല്ലെങ്കിൽ ഡെലീറ്റ് എന്ന് പറയുന്ന കമാൻഡ് ഇല്ല. ഓക്കെ, ഞാൻ അതിന് വേറെ എക്സ്പ്ലനേഷൻ തരാം. ചെറുപ്പം മുതൽ നമ്മുടെ ഈ പറയുന്ന 3 മാസമല്ല 2 ആഴ്ച കഴിയുമ്പോഴേക്കും കുഞ്ഞിന് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഈ 2 ആഴ്ച കഴിഞ്ഞ് കുഞ്ഞിനും ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് നേരത്തെ പറഞ്ഞാലും വളരെ കറക്റ്റ് കാര്യമാണ്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് തന്നെ അമ്മയുടെ ഇമോഷൻസും ഈ പറയുന്ന ചുറ്റുപാടുള്ള സൗണ്ടുകളും ഈ സൗണ്ടുകൾ വെച്ചിട്ടുമുള്ള കാര്യങ്ങളെല്ലാം കുഞ്ഞിന് സെൻസ് ചെയ്യാൻ പറ്റും. കുഞ്ഞിന് അതെല്ലാം ഈ പറയുന്ന മൈൻഡിൽ മുഴുവനും റെക്കോർഡാവും. അമ്മയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പെയിനോ എന്തെങ്കിലും ഒരു സൂയിസൈഡ് ടെൻഡൻസി വന്നാൽ പോലും അത് കുഞ്ഞിനെ പിന്നീട് അങ്ങനെയുള്ള കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിനെ മുഴുവൻ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞ് പിന്നീട് അങ്ങോട്ട് വളർന്നു വരുന്ന സമയത്ത് ഇതെല്ലാം അമ്മയുടെ ഇമോഷൻസുമായിട്ടാണ് ഇത് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്. പിന്നീടാണ് ഒരു 10-12 വയസ്സിന് ശേഷമാണ് അത് മാറി പിന്നീട് മറ്റൊരു സോഷ്യലി ആയിട്ടുള്ള ഒരു ഇതിലോട്ട് മാറുന്നത്. പക്ഷെ അങ്ങ് പറഞ്ഞൊരു കാര്യത്തിന് ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ലൈഫിൽ വന്നിരിക്കുന്ന നമ്മുടെ മുഴുവൻ ഈ മെമ്മറീസ് നമുക്ക് റൈസ് ചെയ്യാൻ മാറ്റി കളയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അതിൻ്റെ ഇമോഷൻസ് കളയാൻ പറ്റും. അതായത് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ഇമോഷൻസാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അതല്ലാതെ നമുക്ക് ആ പ്രശ്നം അവിടെ അനുഭവിച്ചതല്ല നമ്മുടെ പ്രശ്നം. അതായത് നമ്മളെ വളരെ ചെറുപ്പത്തിൽ ഒരാൾ തല്ലിയതല്ല അതിൻ്റെ അകത്ത് പ്രശ്നം. തല്ലിയപ്പോൾ നമുക്കുണ്ടാകുന്ന മാനസികമായ വേദനയാണ് അതിൻ്റെ അകത്ത് പ്രശ്നം. ഈ മാനസികമായ വേദന നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതിന് പലതരത്തിലുള്ള തെറാപ്പീസ് ഉണ്ട്. ഈ തെറാപ്പീസ് ഉപയോഗിച്ചാൽ കൃത്യമായിട്ട് നമ്മൾ ഈ കുഞ്ഞിനെ ആ അതേ പോയിന്റിലോട്ട് നമ്മൾ കൊണ്ടുപോയി PLR പോലെയുള്ള കാര്യങ്ങളോട്ട് നമ്മൾ നേരെ കുഞ്ഞിലോട്ട് അതിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ആ സിറ്റുവേഷൻസിനെ റീക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ സിറ്റുവേഷനകത്ത് ആ കുഞ്ഞ് അനുഭവിച്ച ഇമോഷൻ എന്താണോ ആ ഇമോഷനെ റിലീസ് ചെയ്തതിന് ശേഷം അതിൻ്റെ അതൊരു പോസിറ്റീവായ ഇമോഷനകത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അതാണ് നേരത്തെ പറഞ്ഞ ആൽഫ ഗാമ തീറ്റ എന്ന് പറയുന്ന സ്റ്റേജ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ കോൺഷ്യസിൽ നിന്നും ക്രിട്ടിക്കൽ മെൻറ്റാലിറ്റിനെ കട്ട് ചെയ്തിട്ട് ഈ പറയുന്ന സബ് കോൺഷ്യസിലോട്ട് കടന്നു പോകുന്നതിന് പ്രോസസ്സാണ്. ഈ സബ് കോൺഷ്യസിലാണ് ഈ കിടക്കുന്നത് എല്ലാം. അതെ, ഈ കിടക്കുന്ന മെമ്മറീസ് മുഴുവനും. അപ്പോൾ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന മുഴുവൻ ഇമോഷൻസാണ്. ഒരിക്കലും ഈ പറയുന്ന ഈ സ്റ്റോറീസ് അല്ല. അതായത് ഇമോഷൻസിനെ നമുക്ക് റിമൂവ് ചെയ്താൽ മാറ്റാൻ പറ്റും. അപ്പം അങ്ങ് നേരത്തെ പറഞ്ഞ മിസ്റ്റേക്ക് നമുക്കത് മാറ്റാൻ പറ്റും. ഞാൻ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾക്ക് റേസ് ചെയ്യാൻ പറ്റില്ല.
ഓക്കെ, സിറ്റുവേഷൻ എറേസ് ചെയ്യാൻ പറ്റില്ല. സിറ്റുവേഷൻ കഴിഞ്ഞു പോയ സിറ്റുവേഷൻ ആണ്. സിറ്റുവേഷൻ എറേസ് ചെയ്യാൻ പറ്റില്ല. മൈൻഡിൽ നിങ്ങൾക്ക് എപ്പോൾ നിങ്ങളോട് ചോദിച്ചാലും നിങ്ങൾക്ക് അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന എൻ്റെ ഒരു വലിയച്ഛൻ എന്നെ തല്ലിയിട്ടുണ്ട് പിന്നെ. പക്ഷെ നമുക്ക് അതിന്റെ ഇമോഷൻ എടുത്ത് കളയാൻ പറ്റും. ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ ഇമോഷൻ എടുത്ത് കളയാനായിട്ട് സാധിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ഈ ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് നമ്മൾ ചെന്നിട്ട് അതിനെ ഇമോഷൻ വേദനേനെ അല്ല ഞാൻ പറയണത്, സൗണ്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെ എടുത്ത് കളയാൻ അതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാം. അത് ഇമോഷനെ നിങ്ങൾ എടുത്ത് കളയാമല്ല പറയണത്. അതായത് ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ അല്ല ഇന്റൻസിറ്റി എടുത്ത് കുറച്ച് കൊണ്ടുവരാന്ന് ഉദ്ദേശിക്കുന്നത്. അല്ല, ഞാൻ പറയണത് മനസ്സിലായിട്ടില്ല. അതായത് നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, ഓക്കെ, അതിൻ്റെ ഡെസ്ക്ടോപ്പിൽ ഈ ഒരു കുറേ ഫോൾഡറുകളും ഫയലുകളായിട്ടൊക്കെ നമ്മൾ വെക്കുന്നുണ്ട്. നമുക്ക് അത് എപ്പോഴും നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഇതുപോലെയാണ് ഈ ഒരു സിറ്റുവേഷൻ. നമ്മൾ എപ്പോഴാണെങ്കിൽ ആ ഒരു അന്നത്തെ എന്ന് പറയും വലിയച്ഛൻ ഇത് അങ്ങനെ നമുക്ക് തോന്നും. ഓക്കെ, അതിന് പകരം അതിനെ വേറെ ഏതെങ്കിലും ഫോൾഡറിൽ, അതായത് ഏതെങ്കിലും ഒരു ഡ്രൈവിലെ ഒരു ഫോൾഡറിലേക്ക് അത് മാറ്റി നമ്മൾ ഓപ്പൺ ചെയ്താൽ അത് കാണില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് കാണില്ല. ഇൻ കേസ് നമുക്കത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് വരും ഇങ്ങോട്ട്, ക്ലിയർ. പക്ഷെ അത് പോകണുണ്ടോ? ഇല്ല, അത് റേസ് ആയിട്ടില്ല. അത് അവിടെ ഫോൾഡറിൽ അപ്പുറത്ത് അവിടെ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്കിപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഏതെങ്കിലും ബലൂൺ എന്ന് പറയില്ലേ, നമ്മൾ കമ്പ്യൂട്ടർ ബലൂൺ എന്ന് പറയും, ഇങ്ങനെ പോപ്പപ്പ് മെസ്സേജുകൾ വരും, ബാറ്ററീസ് ലോ അല്ലെങ്കിൽ അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോപ്പപ്പ് മെസ്സേജുകൾ കാണിക്കുമല്ലോ. ഈ പോപ്പപ്പ് മെസ്സേജിന് വേണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്ത് വയ്ക്കാം.